അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ നിന്ന് നമ്മൾ 40 ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഹാനരാകുന്ന അൻ അബ്ദില്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ നിന്ന് അൽ മുസൽസലു ബിൽ അവലിയ എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഹദീസാണിത്. റഹ്മത്തിനെ കുറിച്ചാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്ത് ചെയ്യുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദ്, ഭൂലോകത്തുള്ള സർവ്വരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യുക, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് മഹത്തുക്കളാകുന്ന മുഹദ്ദിസീകൾ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. റഹ്മത്ത് എന്നാൽ ഇമാം ഖുർത്തുബി തങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, അർ-റഹ്മത്തു റിഖത്തുൻ വഹുനൂൻ യജിദുൽ ഇൻസാന ഫീ നഫ്സി ഇൻദ റുഅയതി മുബ്തല. പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് മനുഷ്യന്റെ മാനസികമായ എമ്പതിയും സിമ്പതിയും ഒക്കെ അതിനാണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔ സഗീറൻ, അല്ലെങ്കിൽ പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളല്ല, സഗീറൻ കുട്ടിയെ കാണുമ്പോൾ, ഔ കബീറൻ പ്രായമുള്ളവനെ കാണുമ്പോൾ, ഔ ലഈഫൻ യഹ്മിലുഹു അലൽ ഔ ലഈഫ്, അല്ലെങ്കിൽ ഒരു ദുർബലനായ ഒരാളെ കാണുന്ന സമയത്ത്, ഇത്തരം ആളുകളെ കാണുന്ന സമയത്ത് അവനോടുണ്ടാകുന്ന ഒരു അനുകമ്പ, ഒരു മനസ്സിന്റെ അലിവ്, അതിനാണ് യഥാർത്ഥത്തിൽ ഈ റഹ്മത്ത് എന്ന് പറയുന്നത്. ഈ അടുത്ത് വളരെ വേദനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഹ്മത്ത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൻസിഉ റഹ്മ ഇല്ലാ മിൻ ഷഖീൻ, പരാജിതരിൽ നിന്നല്ലാതെ, മോശപ്പെട്ട പരാജയപ്പെട്ടു പോകുന്ന ആളിൽ നിന്നല്ലാതെ റഹ്മത്ത് ഉയർത്തപ്പെടുകയില്ല എന്നതാണ്. നമുക്ക് മറ്റൊരു പാവപ്പെട്ട ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു റഹ്മത്ത് തോന്നുന്നില്ലെങ്കിൽ, ഒരു പ്രായമുള്ളവനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ, ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് നമുക്ക് റഹ്മത്ത് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ ഷഖാവത്തുണ്ട് എന്നതാണ്, പരാജയത്തിന്റെ അടയാളമുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഈ ഹദീസിന്റെ ആശയത്തിൽ കാണാൻ കഴിയും, ഈമാനുള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് റഹ്മത്ത് ഉണ്ടായിരിക്കും. ഈമാൻ നഷ്ടപ്പെട്ടൊരു മനുഷ്യനാകുമ്പോഴാണ് റഹ്മത്ത് വളരെ ഊരപ്പെട്ടുകൊണ്ടിരിക്കുക. നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് എന്നും ഏത് കാലത്തും എപ്പോഴും എല്ലാവർക്കും റഹ്മത്ത് മാത്രം പഠിപ്പിച്ചിട്ടുള്ള മതമാണ്. അതിൽ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അതുപോലെ തന്നെ ജാതി വർണ്ണം വർഗം ഒന്നും നോക്കാതെ റഹ്മത്ത് കാണിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെതിരെ വളരെയേറെ മോശമായ രീതിയിൽ പ്രവർത്തിച്ചും അല്ലെങ്കിൽ പ്രയത്നിച്ചും കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്രൂരനായിരുന്നു എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പലരും കാരണം പറഞ്ഞിട്ടുള്ളത്, ബലിമൃഗങ്ങളെ ബലിയറുക്കുന്ന സമയത്തുള്ള സംഭവം ഉണപ്പെടുത്തിയിട്ട് അത് എന്തൊരു ക്രൂരതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം അറവ് നടത്തുമ്പോൾ 2 വയസ്സ് തികഞ്ഞ മൃഗങ്ങളെ അറവ് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം മറ്റുള്ളവരുടെ പല കല്യാണ പരിപാടികളും മറ്റുമൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങൾ, 1 വയസ്സ് പൂർത്തിയായത് അല്ലെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകാത്തതൊക്കെ ആയ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ബലിയറുക്കുന്നത്, അതാണ് ഇസ്ലാം പഠിപ്പിച്ച ക്രൂരത. അതാണ് മനുഷ്യൻ ചിന്തിച്ചു നോക്കിയാൽ ക്രൂരതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 2 വയസ്സ് പൂർത്തിയാകാത്തൊരു മൃഗത്തെ ബലികർമ്മം നടത്തിയാൽ, അതിനെ അഖീഖത്ത് നടത്തിയാൽ അത് പരിപൂർണതയല്ല എന്നാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഇത്രത്തോളം മനോഹരമായ ഒരു ദീനിനെയാണോ നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് അല്ലെങ്കിൽ അതിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബലിമൃഗത്തെ ബലിയറുക്കുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് അതിന് ജീവൻ നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മരണവേദനയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത്തരക്കാരായ ആളുകൾ പലപ്പോഴും പശുവിനും മറ്റുമൊക്കെ ദൈവമാണെന്നും അല്ലെങ്കിൽ അവരെ ആക്രമിക്കരുത്, കൊല്ലരുത്, അറുക്കരുത് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന
ക്രൂരമായ രംഗങ്ങൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ പാല് കിട്ടുന്ന കാലത്തൊക്കെ അതിന് വേണ്ട പുല്ലും മറ്റുമൊക്കെ തീറ്റയും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് അതിനെ കയറൂരി വിട്ട് ഏതെങ്കിലും റോഡിലൂടെയും അങ്ങാടിയിലൂടെയും അത് ആകെ ജീവച്ഛവമായി നടക്കുന്ന, വളരെ വേദന കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വേദനിച്ച് നരകയാതന അനുഭവിച്ച് ചത്തുപോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച സന്തോഷകരമായ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. 2 വയസ്സാകുമ്പോഴേക്ക് ഒരു മൃഗത്തിന്റെ ഏകദേശം കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് ആ മൃഗത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആ ഉടമസ്ഥനായ മനുഷ്യന് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും. അതിനെ പോറ്റി വളർത്തിയതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു മൃഗത്തെ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതൊരിക്കലും റഹ്മത്തിന് എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഏതേത് സമയങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് മാത്രമാണ് ലോകർക്ക് മൊത്തം കാഴ്ചവെച്ചത് എന്ന് ഈ ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. അതിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷയും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതാണ് റഹ്മത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത് മുസ്ലിമീങ്ങളായ ആളുകളെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തേച്ചു അടിക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാക്കിയെടുത്ത ഒരു വല്ലാത്ത നീചമായൊരു വാദമായിരുന്നു ആൺ പെൺ സമത്വവാദം എന്നുള്ളത്. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് കോഴിക്കോട്ട് അങ്ങാടിയിൽ രാത്രി സമയത്ത് ഒരു കലക്ടർ പുറത്തിറങ്ങിയ സംഭവം നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. വളരെ മോശമായ രീതിയിൽ ആ കലക്ടറോട് പ്രതികരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ അത്രയും മോശമായ നീചകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങുന്ന സമയത്ത് മഹറമായ ആളുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ, അതല്ലെങ്കിൽ അത്യാസന്ന ഘട്ടങ്ങളിൽ മാത്രം തൻ്റെ കൂട്ടുകാരികളായ വിശ്വസിക്കാൻ പറ്റിയ ആളുകളുടെ കൂടെ പുറത്തിറങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും സുന്ദരമായ റഹ്മത്ത് മാത്രം ലോകത്ത് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു മതത്തിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. നമ്മൾ ആ റഹ്മത്തിൻ്റെ ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ റഹ്മത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ ജീവികളെന്നോ മറ്റുള്ളവരെന്നോ ഏത് ജീവികൾ എന്ന് വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധതരാകണം എന്നാണ് ഈ സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഈ ഹദീസ് ഓർമ്മപ്പെടുത്തി തരുന്നത്. സമകാലികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വേദനിക്കപ്പെടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്കും റഹ്മത്തില്ലാതെയാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് നാമുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെമായ കൂട്ടുകാരിൽ സർവരോടും റഹ്മത്ത് കാണിക്കുന്ന, ഒരു അരിവ് കാണിക്കുന്ന, ഒരു കരുണയുള്ള മനസ്സായി നമ്മൾ മാറുക. അല്ലാഹു തആല നമ്മുടെ മനസ്സുകളിലൊക്കെ റഹ്മത്ത് നിറച്ചു തരുമാറാകട്ടെ. അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കളോട് റഹ്മത്ത് കാണിക്കുന്നു എന്ന പേരിൽ റഹ്മത്താണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് മക്കൾക്ക് ഫോൺ കൊടുത്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. UAE-യിലൊക്കെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം കൊടുക്കുന്ന പേരൻസ് അതിന് ഉത്തരവാദിയാകുമെന്ന് പുതിയ നിയമം വന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവർ വായിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കളിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് അവർ അതിന് അഡിക്റ്റായിട്ട് ചോരയിൽ കുളിക്കുന്ന കുട്ടികളെ കാണുന്നത് വരെ പേടിയില്ലാതെ, അതിന് വരെ ഒരു മനസ്സിലൊരു എമ്പതി പോലും തോന്നാതെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ടാണ് UAE ഗവൺമെന്റ് അടക്കമുള്ള പല രാജ്യങ്ങളും അത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വിലക്കിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മക്കൾക്കും അത്തരം രംഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ പ്രവർത്തനം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹീങ്ങളിൽ പെടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞു.